എന്ത് ഉദ്ദേശത്തിലാണ് ഇത് കൊണ്ടുവന്ന് ഒപ്പൊക്കെ ഇട്ടോണ്ട് പോയത് കണ്ടാ? നമ്മളെ വിറ്റ കാശ് അവളയിലുള്ളത്. ആ ഓർമ്മ ഉമ്മാക്ക് വേണം. പണിയെടുത്ത് എന്റെ നടുവൊക്കെ പോയി. ഒരു പെണ്ണുണ്ടായിട്ട് കാര്യമൊന്നുമില്ല. രാവിലെ കെട്ടി ഒരുങ്ങി അങ്ങ് പോകും. നൂർച്ചയുള്ളപ്പോ ഇതൊന്നും ഞാൻ അറിഞ്ഞില്ല. എന്തെങ്കിലും ഒന്ന് തൂക്കിയോ തുടക്കിയോ വീട്ടിലെന്തെങ്കിലും ഒന്ന് വേവിക്കോ ഒന്നും ചെയ്യത്തില്ല. അവളെ പാട് നോക്കിപ്പോവും. എന്തിനു പറയുന്നു? സ്വന്തം കൊച്ചിനെ തിരക്കി പോലും പോകത്തില്ല. രാവിലെ ആ പെണ്ണിനൊക്കെ തിന്നാൻ വല്ലതും കിട്ടിയൊന്നു. കൊച്ചിന് പാല് എന്താ ചെയ്യാൻ? വല്ല പൊടികളും കലക്കി കൊടുത്ത് തന്നെ വളർത്താം. തള്ളയില്ലാത്ത മക്കൾ വളരുന്നില്ലേ? അപ്പൊ അതേ കണക്കായി പോയി ഇപ്പൊ ഇതിന്റെ അവസ്ഥ. അല്ലാ, എന്താ പറയാ, എന്റെ മോളായി പോയില്ലേ. ഞാൻ എത്രയെന്നും പറഞ്ഞ കുറ്റം പറ. രാവിലെ കെട്ടി ഒരുങ്ങുന്നല്ല. ഉമ്മ ഇല്ലേ? എന്തായാലും വെയില് കാണുന്നു. ഈ വണ്ടി ചത്തിരിക്കുന്ന, ഉപയോഗിക്കാറില്ലെന്ന് തോന്നുന്നു. ഇതൊക്കെ മാറ്റിയിട്ടേക്കാക്കി വേറെ വണ്ടി വാങ്ങിക്കൂടെ? വേറെ വണ്ടിയുണ്ട്. ആ ഉമ്മ, മോയ്, ഉമ്മ ഇവിടെ ഇരിക്കുവായിരുന്നോ? എന്നിട്ടാണോ ഞാൻ വിളിച്ചിട്ട് അനങ്ങാഞ്ഞേ? അസ്നായ, നീ അങ്ങ് മാറിപ്പോയല്ലേടേ. അസ്ലാ, എന്റെ മോള് തന്നെ അങ്ങ് ചെറുപ്പമായല്ലേ. ദുബായിലൊക്കെ പോയിട്ട് വന്നപ്പോ ആളങ്ങ് മാറിയല്ലേ. എന്റെ കണ്ണിന് വിശ്വസിക്കാൻ വയ്യ. മാറിപ്പോയാ? സുന്ദരിയായിപ്പോയല്ലേ? അതെല്ലാരും പറയുന്നുണ്ട്. ദുബായിൽ നിന്ന് വന്നപ്പോഴത്തേക്ക് ഞാൻ ഭയങ്കര സുന്ദരിയായിപ്പോയെന്ന്. അവിടെ ചെന്നപ്പോഴത്തേക്ക് മോളെ എപ്പോഴും കുങ്കുമപ്പൂ ഇങ്ങനെ കലക്കി എനിക്ക് പാലിൽ തരും. പിന്നെ ബദാം, പിന്നെ അങ്ങനെ പല സാധനങ്ങളും തരും. അങ്ങനെ ഞാൻ കുടിച്ചിരുന്നങ്ങ് വെളുത്തുപോയി. സുന്ദരിയായില്ലേ? പ്രായം പകുതി കുറഞ്ഞു. ആ അതിനും വേണം ഒരു ഭാഗ്യം. മക്കൾ അങ്ങനെ കൊണ്ട് നടക്കുന്നുണ്ട്. എന്തോന്ന് ചുണ്ടിലൊക്കെ വാരി പുരട്ടിയേക്കുന്നത്? ഇതോ കൊള്ളാവോ? ഇവിടെ കിട്ടുന്ന 100-150 ഒന്നും അല്ല, ഭയങ്കര വിലയുള്ള അഫ്ന വാങ്ങിച്ചു തന്നതാ. ഞാൻ ഇങ്ങോട്ട് വരാൻ നേരത്ത് അവൾ എനിക്ക് ഒരു പെട്ടി നിറയെ ലിപ്സ്റ്റിക്ക്, മേക്കപ്പ് സാധനങ്ങളെല്ലാം വാങ്ങി തന്നു. ഇനി ഉമ്മച്ചി സുന്ദരിയായിട്ട് നടന്നാൽ മതിയെന്ന്. ഇപ്പൊ കണ്ട 2 വലിയ പെമ്മക്കൾ ഉമ്മ എന്ന് പറയത്തില്ല അല്ലേ? അങ്ങനെ നടന്നാൽ മതിയെന്ന്. അവൾക്ക് സ്റ്റാറ്റസിന് അങ്ങനെയൊക്കെ വേണമെന്ന്. അവളെ കൂട്ടുകാരികളൊക്കെ വരത്തില്ലേ, അപ്പൊ പറഞ്ഞു കൊടുക്കും ഉമ്മ അല്ല ചേട്ടത്തിയാന്ന്. അങ്ങനെയൊക്കെ പറയാറുണ്ട്. എനിക്കും ഉണ്ട് 2 പെമ്മക്കള്. എപ്പോ വന്ന്? അങ്ങനെയാ. ആഷ്ന, നീ ഉണ്ടായിരുന്നടി? നിന്നെ കാണാനല്ലേ ഞാൻ രാവിലെ എന്നെ വന്നത്. ഉമ്മ ഇന്നലെ എന്നെ വിളിച്ചു പറഞ്ഞില്ലേ, എനിക്കാണെങ്കിൽ കിടന്നിട്ട് ഉറക്കം വന്നില്ല. എന്റെ പെണ്ണൊരു കാര്യം ആഗ്രഹിച്ചപ്പോ പിന്നെ അത് ഞാൻ ചേട്ടത്തി എന്നുള്ള. നീ ഇന്നലെ 5 ലക്ഷം രൂപ വേണമെന്ന് പറഞ്ഞില്ലേ? രാത്രി തന്നെ കൊണ്ടുവരാൻ അച്ഛൻ പറഞ്ഞതാ. ഞാനാ പറഞ്ഞ നേരം വെളുക്കട്ടെന്ന്. പിടി 5 ലക്ഷത്തിന്റെ ചെക്ക്. ചെക്കാ? ആര് പറഞ്ഞു? ഉമ്മ പറഞ്ഞ? ആ അത് ഞാനല്ലേ പറഞ്ഞത്. ഞാൻ പിന്നെ പറയണ്ടേ എന്റെ മോളെ അടുത്ത്? നീ ഇന്നലെ പൈസ വെച്ച് കിടന്ന് ഓടുന്നത്, നിനക്ക് ഇങ്ങനെ തുടങ്ങണോന്നൊക്കെ ഞാൻ അവളെ ഇന്നലെ വിളിച്ചപ്പോ പറഞ്ഞു. ഇതേണക്ക് അവൾ ഇന്നലെ എന്നെ വിളിച്ച് കുറെ നേരം സംസാരിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു ഇതേണക്ക് ആശ്നായ്ക്ക് 5 ലക്ഷം രൂപ വേണമെന്നും കടയ്ക്ക് അഡ്വാൻസ് കൊടുക്കാനാണെന്നും. 5 ലക്ഷം രൂപ ഉമ്മ അല്ലേ? അവക്കൊരാഗ്രഹമല്ലേ ഒരു തുണിക്കട തുടങ്ങണമെന്ന്. തുണിക്കട തുടങ്ങുന്നതൊക്കെ കൊള്ളാം. ഞാൻ വരുമ്പോ എനിക്ക് വിലയൊക്കെ കുറച്ച് തരണേ. നല്ല യൂണിക് ആയിട്ടുള്ള ഐറ്റംസ് ഒക്കെ എനിക്ക് മാറ്റി വെച്ചേക്കണേ. ചേട്ടത്തിയാന്ന് എല്ലായിടത്തും പറയണം. വലിയ ആളായി കഴിയുമ്പോ ഇന്റർവ്യൂലൊക്കെ ചോദിക്കുക, അപ്പൊ പറയണം ചേട്ടത്തിയാണ് എനിക്ക് ഫസ്റ്റ് ആയിട്ട് പൈസ തന്ന് സഹായിച്ചെന്നൊക്കെ. കേട്ടോ? പറഞ്ഞത് ആരും അറിയരുത്. അതൊന്നും വേണ്ട, എനിക്ക് ഇക്കാര്യം. അവനെ കണക്ക് തന്നെയല്ലേ അവളും. അവൻ എങ്ങനെയാണോ അതേ കണക്ക് തന്നെ നിന്നെ സഹായിക്കാൻ അവൾക്കും ബാധ്യത ഉണ്ടല്ലേ അവളെ. നീ അങ്ങോട്ട് വാങ്ങിയിരി. ഓ ഉമ്മ, അതൊക്കെ കൊടുക്കാതിരിക്കോ? പക്ഷെ എന്റെ മനസ്സറിഞ്ഞ് ഞാൻ കൊടുക്കുന്നത് അവൾക്ക് 5 ലക്ഷം രൂപ. നീ കൊണ്ടുചെന്ന് രാവിലെ ഇക്ക തന്നില്ലല്ലേ? ആദ്യമായിട്ടല്ലേ ഞാനല്ലേ തരുന്നത്. നീ കൊണ്ടുചെന്ന് അഡ്വാൻസ് ആയിട്ട് കൊടു. പിടി വെണ്ണെ അങ്ങോട്ട്. നീ അങ്ങോട്ട് നല്ല ഐശ്വര്യമായിട്ട് ഉമ്മ കണ്ടേ, ഉമ്മ നോക്കിക്കോ. 5 ലക്ഷം. 5 ലക്ഷം കണ്ട 5 ലക്ഷം. ഇനി വേണോ എനക്ക്? ഇപ്പൊ നിനക്ക് അഡ്വാൻസ് കൊടുക്കാം. നീ ഈ സാധനം ഇറക്കാൻ നേരത്ത് ഇനി ഞാൻ തരാം.
അവള് സ്നേഹം കൊണ്ട് തരുന്നില്ലേ, നീ അങ്ങോട്ട് വാങ്ങിയില്ലേ. പിന്നെ നിനക്ക് കിട്ടുമ്പോ നീ അങ്ങ് കൊടുത്താൽ മതി. കച്ചവടത്തിലൊക്കെ എന്തെങ്കിലുമൊക്കെ ആകുമ്പോ നീ അതങ്ങ് തിരിച്ചു കൊടുത്താൽ മതി. കൊടുക്കാണ്ടാന്നല്ല, വെറുതെ അല്ല. ഇപ്പൊ തൽക്കാലം വാങ്ങിയിര്. നീ എന്നെ ഒരു പാർട്ട്ണർ അങ്ങ് ആക്കിയാ മതി. പാർട്ട്ണറാ? അങ്ങനെ ഞാൻ പാർട്ട്ണറെ ഒന്നും എടുക്കുന്നില്ല. അതിന്റെ ചെറിയൊരു പാർട്ട്ണർ, പേരിന് മാത്രം പൈസ തരുന്നതില്. അതിലെന്താ ഒന്നുമില്ല. നീ അങ്ങോട്ട് പിടി വേണേ. അതിനകത്തൊക്കെ എന്താ കാര്യം? എന്നാ അങ്ങോട്ട് പിടിച്ചേ, അങ്ങോട്ട് പിടിച്ചേ. കണക്ക് തന്നെ ആസന്റെ അടുത്തും അലിയുടെ അടുത്തും പറഞ്ഞാലും അവര് എന്തെങ്കിലും ഒക്കെ ചെയ്യും. കണ്ടമ്മ, പിന്നെ എനിക്ക് എന്റെ അനിയ പൈസയ്ക്ക് ആവശ്യമുണ്ടെന്ന് പറഞ്ഞാൽ പിന്നെ എനിക്ക് വിഷമമല്ലേ അമ്മ. എന്നാലും എനിക്ക് കിടന്നിട്ടാണെങ്കിൽ ഉറക്കം വന്നില്ല. അതാ ഞാൻ രാവിലെ തന്നെ വന്നത്. പിന്നേടി ഞാൻ പൈസ തന്നില്ലേ, നീ ഒരു കാര്യം ചെയ്, ഈ വെള്ള പേപ്പറിന്റെ താഴെ ഒരു ഒപ്പിഞ്ഞിട്ട് അടി. ഒപ്പാ? ആദ്യം ഒപ്പിടുന്നത് വെള്ള പേപ്പറിൽ? എൻ്റെ ഒന്നും ആവശ്യമില്ല. തേക്ക് വേണമെങ്കിൽ ഇത് ഞാൻ തിരിച്ചു തന്നേക്കാം. അതിലൊന്നും ഞാൻ ഒപ്പിടത്തില്ല. വേറൊന്നിനും അല്ല, വെറുതെ നമ്മൾ ഇങ്ങനെ പാർട്ട്ണറാണ് എന്നൊക്കെ ഒന്ന് കാണിക്കാൻ. ഞാനേ മച്ചാടുത്ത് പറഞ്ഞു പോയി, നിന്നെ പാർട്ട്ണറാക്കി എനിക്ക് പേപ്പർ ഒപ്പിട്ട് തരുമെന്ന്. അതൊന്ന് മച്ചായെ കൊണ്ട് കാണിക്കാൻ. അല്ല വേറൊന്നുമില്ല. അല്ല വേറൊന്നുമില്ലമ്മ. ഒന്നും ഒരു ഒപ്പിട്ട് അടിവെണ്ണേ. നീ തുടങ്ങുന്ന ഒരു സാധനത്തിൽ ഞാനും ഒരു ബിസിനസ്സുകാരിയെന്ന് എനിക്ക് പറഞ്ഞുകൂടെ? പൈസ ഒന്ന് പാർട്ട്ണറായി അത് ഞാൻ ഒപ്പിടത്തില്ല. അത് അവനെ കാണിക്കാനല്ലേ, നീ ഒന്നും ഒപ്പിട്ടോട്. അവൻ ഇത്രയും പൈസ തന്നേല്ലേ, അപ്പൊ ഒരു ഒപ്പം കിട്ടോട്. അല്ല അവളെ പൈസ അല്ലല്ലേ, അവൻ തന്നു വിട്ടല്ലേ. എന്നോടുള്ള സ്നേഹം കൊണ്ടല്ലേ നീ രക്ഷപ്പെടുന്നെങ്കിൽ അല്ലേ. മച്ചാന്ന് കാണാൻ വേണ്ടി മാത്രം ഒരൊപ്പിട്ടോ മോളെ. ഒപ്പിടുമോളെ. എങ്കിലും നിന്റെ മാറ്റമാണ് ഞാൻ നോക്കുന്നത്. ഇതൊന്നും എഴുതിയിട്ടില്ലല്ലോ മച്ചാ. എനിക്കൊന്ന് കൊണ്ട് കാണിക്കണം. നീ കണ്ട എന്നെ പാർട്ട്ണറാക്കിയിരുന്നു, അല്ല വേറൊന്നുമില്ല. നീ എവിടെ പോയി എടുക്കുന്ന? കോയമ്പത്തൂരാ? ഞങ്ങോട്ട് വരണ വണ്ടിയുണ്ട്, നമുക്ക് വണ്ടി പോയിട്ട് വരാം. വേണ്ട വേണ്ട, പോവണ്ട ആവശ്യമൊന്നുമില്ല. വേണ്ടത്താ. അതെല്ലാം സാധനമൊക്കെ ഞാൻ എത്തിച്ചോളൂ. അതൊക്കെ എൻ്റെ ഫ്രണ്ട്, അവൾക്ക് കുറെ വർഷങ്ങളായിട്ടുള്ളതല്ലേ. അപ്പൊ അവൾക്ക് ആ ഡീലേഴ്സ് ഉണ്ട്, അപ്പൊ അവരിഞ്ഞ് എത്തിച്ചു തരും. കുഞ്ഞാ, ഓ ആശുപത്രി കിടക്കുന്ന അതിനിപ്പോ കുറവുണ്ടോടി? പനി. സാരമില്ല. പനി കഫക്കെട്ടടി. കഫക്കെട്ട് പൊടിയല്ലേ കൊടുക്കുന്ന, അങ്ങനെ അങ്ങ് കഫക്കെട്ടായി പോയി. 2 ദിവസം ഇഞ്ചക്ഷൻ ഉണ്ട്. നൂർജി അവിടേക്ക്. ഞാൻ സമയം ഉണ്ടെങ്കിൽ അങ്ങോട്ട് കേറാം. മതിനേക്കായൊക്കെ അവിടെ അല്ലേ? നീട് ആഷ്ന. ശരി മോളെ. അല്ലേ ഉമ്മായും കൂടെ ഒരു ഒപ്പം ഇടുമ്മ. ഉമ്മ ഒപ്പിടുന്ന എന്തിനാ? ഇത് ഞാനിട്ട് തമ്മിലുള്ള കാര്യല്ലേ. ഉമ്മ ഒപ്പിടേണ്ട ആവശ്യമില്ല. വേണ്ടമ്മ. ഞാനെന്തിനാ ഒപ്പിടുന്നേ? അല്ല ഉമ്മ കണ്ടതിന് ഒരു ഒപ്പ്. ഉമ്മ അല്ലേ കണ്ടില്ലേ ഞാൻ അവളെ കൊണ്ട് ഒപ്പിടുന്നതും ചെക്ക് കൊടുക്കുന്നത്. എന്നാ അമ്മ ഒരു ഒപ്പിട്ട് അമ്മ. ഉമ്മാടെ ഒപ്പൊന്നും വേണ്ട, അതിന്റെ ഒന്നും കാര്യമില്ല. എന്റെ പൊന്നുമ്മ അല്ലേ, എന്റെ ഉമ്മാടെ ഒപ്പിന് എന്ത് വാല്യ. പിന്നെ എനിക്ക് എന്നും ഇങ്ങനെ ഓർത്തിരിക്കുക എന്റെ ഉമ്മാടെ ഒപ്പാണ്. ഉമ്മ മരിച്ചു പോയാലും എനിക്ക് ഇങ്ങനെ ആലോചിക്കുമ്പോ എന്റെ ഉമ്മാടെ ഒപ്പ് കണ്ട, എന്റെ ഉമ്മാടെ ഒപ്പ്. അങ്ങനെയൊക്കെ എനിക്ക് ആലോചിച്ചിരുന്നോടെ. ഇന്ന് അമ്മ ഒരു ഒപ്പിട്ട് അമ്മ. ഞാൻ മരിച്ചു പോകുമ്പോ ആരെ കാണിക്കാൻ? നീ അവിടെ നോക്കിക്കൊണ്ടിരിക്കാതെ പോയി ഇച്ചിരി കുടിക്കാച്ചിരി നല്ല തണുത്ത പാലെടുത്താ മതി കേട്ടോ. കോൾഡ് കോഫി ആണെങ്കിൽ എനിക്ക് കുറച്ചുകൂടി ഇഷ്ടമാണ്. കോഫിയോ? കോഫി എടുക്കാം. ഒന്നും ചെയ്യത്തില്ല, ഒന്നും ഒരു വാക്ക. രാവിലെ അവളാണ് കാര്യം. ഷൂ ആണേ, ഉമ്മയുടെ ഷൂ ആണ് എഴുതുന്നത്. ഉമ്മക്ക് അങ്ങനെയല്ലേ അറിയൂ. ഉമ്മക്ക് ഇംഗ്ലീഷ് പഠിച്ചിട്ടുണ്ടാ. നമ്മൾ അന്നൊക്കെ ഇങ്ങനെ ഒരു ശൂലം എന്നുള്ളൊരു ഷൂ എഴുതി അങ്ങ് ഒപ്പം ഇടും. നിനക്ക് വേണമെങ്കിലും പറ്റും, ആരെ കൊണ്ടും പറ്റും.
അമ്മ പാലില്ലമ്മ. പാലില്ലേ അവിടെ ഫ്രിഡ്ജിൽ നോക്കേ? അയ്യോ ഇന്നലെ അനസ് വന്നില്ലല്ലേ, അനസ് ആശുപത്രിയിലല്ലേ പോയത്. സാധാരണ അനസ് വാങ്ങിച്ചോണ്ട് വരുന്നതായിരുന്നു പാല്. ആ അല്ല വേണ കട്ട ഇട്ട് തരും. വേണ്ട വേണ്ട ഒന്നും വേണ്ട. പാലൊന്നും വാങ്ങി വെക്കാറില്ലേ അമ്മ. ആരെങ്കിലും ഒക്കെ വന്നാ പിന്നെ പാലല്ലാതെ കട്ടൻ കൊടുക്കാൻ പറ്റൂ? ഈ ഇക്കായ്ക്ക് ഒരു ചിന്തയില്ലല്ലേ. എപ്പോഴും കാണും ഫ്രിഡ്ജില്. ഇതിപ്പോ ഇന്നലെ അനസ് നേരെ ആശുപത്രിയിൽ പോയി, അല്ലെങ്കിൽ അവയുടെ പാലും എല്ലാം വാങ്ങിച്ചോണ്ട് വെച്ചിട്ടാ പോകുന്നത്. പിന്നെ ഇവക്ക് പാലും ചായയൊന്നും കുടിക്കത്തില്ലല്ലേ, പിന്നെ ഞാനും കുടിക്കുന്ന വെച്ചാൽ കട്ടനാ. അതുകൊണ്ട് പിന്നെ നോക്കിയില്ല ഫ്രിഡ്ജിലുണ്ടോന്ന്. മൂർച്ചയുള്ളപ്പോ ആണെങ്കിൽ പാല് ഉപയോഗിക്കും. അവിടെ ആണെങ്കിലേ ഞാൻ അവിടെ ചെന്നിട്ട് വേണം മച്ചായിക്ക് പുറത്തു പോണം. പിന്നെ എന്തൊക്കെയോ ആവശ്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ്. ഞാൻ ഇപ്പൊ പോവുമാ? പോന്നാ നിക്കടി, പിന്നെ പോവാം. വന്നല്ലേ ഉള്ളൂ, എല്ലാം കഴിച്ചിട്ടൊക്കെ പോവാം. ഡ്രൈവർ അവിടെ നിൽക്കുന്നു റോഡിന് പുറത്ത്. എങ്കിൽ ആ ചെറുക്കനെ ഇങ്ങോട്ട് വിളിക്കാന്ന് ചായ കൊടുക്കത്തില്ലായിരുന്നോ? എങ്കിൽ പോ. നീ അങ്ങോട്ട് വരുന്നെങ്കി വാ, ഞാൻ ഡ്രോപ്പ് ചെയ്യാം. അല്ല ഷോപ്പും എനിക്കൊന്ന് കാണാമായിരുന്നു. അല്ല ഇതാ ഇപ്പൊ ഞാൻ അവിടെ ഷോപ്പ് ഓപ്പൺ അല്ലല്ല, ഞാൻ ഇപ്പൊ മറ്റൊരു വഴിക്ക് പോവുക. ഇപ്പൊ ഞാൻ ഷോപ്പിൽ പോകുന്നില്ല. എന്റെ ഫ്രണ്ട് അവിടെ കാത്തിരിക്കുക, അപ്പൊ അവളെ കാണാൻ വേണ്ടി അങ്ങോട്ട് പോവാ. ക്യാഷ് കൊടുക്കണം. ഓക്കെ എങ്കിൽ കുഴപ്പമില്ല, ഞാൻ നാളെ വരാടി. നീ ഷോപ്പിന്റെ ലൊക്കേഷൻ ഒന്ന് ഇട്ടേക്കണേ, ഞാൻ അങ്ങോട്ട് വരാം. ആ ഷോപ്പിന്റെ ലൊക്കേഷൻ അത് ഞാൻ ഇട്ടേക്കാം. അപ്പൊ എങ്കിൽ പോട്ടെ അമ്മ. എങ്കിൽ പോയിക്കോളെ. ഞങ്ങൾക്ക് ഒരു സ്ഥലം വരെ പോകാനുണ്ട്. പിന്നെ ഞാൻ ധൃതി പിടിച്ചതാ, എനിക്ക് ഇന്നലെ ഉറക്കം വന്നില്ല. ഉമ്മ പറഞ്ഞില്ലായിരുന്നോ? ഇന്നലെ ഉമ്മ ആടി പറഞ്ഞത് നിനക്ക് നിനക്ക് ക്യാഷ് വേണം. അപ്പൊ ഇക്കാടുത്ത് ചോദിച്ചപ്പോ ഇക്ക അത്ര സമ്മതിച്ചില്ല. അല്ല ഇക്കാടെ ബാങ്കിൽ കിടക്കുന്ന പൈസ എടുക്കാൻ ഉമ്മായിക്ക് ഇത്തിരി സമ്മത കുറവ്. അങ്ങനെ ഉമ്മ എന്റെ പറഞ്ഞപ്പോ പിന്നെ നീ ഒരു സംരംഭം തുടങ്ങുമ്പോ നമ്മളായിട്ട് നിൽക്കുന്നത് ശരിയല്ല അല്ലേ. നമ്മൾ അവളെ സപ്പോർട്ട് ചെയ്യണം ഉമ്മ, അങ്ങനെയാണ് വേണ്ടത്. സപ്പോർട്ട് ചെയ്യണം. കണ്ടില്ലേ അവള് ചോദിച്ചപ്പോ ഞാൻ ക്യാഷ് ഞാൻ കൊണ്ടുവന്ന് എറിഞ്ഞത് കണ്ടില്ലേ, അതേ കണക്ക് ചെയ്യണം. അപ്പൊ ഞാൻ എങ്കിൽ പോട്ടുമാ, പോട്ടെ, വരാം. പോട്ടേടി, നീ അങ്ങോട്ടൊക്കെ ഇറങ്ങേ. അലി ഹസന്റെ അടുത്ത് ഒന്ന് പോണം. അവന്മാരുടെ അടുത്ത് വൈകുന്നേരത്തെ കാണത്തോളായിരിക്കും. മച്ചായം കൂട്ടി കൊണ്ടുപോയിട്ടൊന്ന് സോപ്പിട്ട് വയ്ക്കാം. രണ്ടുപേരെ നോക്കി. നീ എപ്പോ വന്ന്? വെറുതെ ഉമ്മായി കാണാൻ വന്നിക്കാ. എത്ര നാളായി കണ്ടിട്ട്. കുഞ്ഞിന് വയ്യാന്ന് പറഞ്ഞു വന്നേ? ഞാൻ വരാം, അങ്ങോട്ട് വരാം. മതിനെ കാണണം, കുഞ്ഞിനെ കാണണം, അതറിഞ്ഞപ്പോ വന്നതാ. അല്ല ആഷ്ന ഒരു കാര്യം തുടങ്ങുമല്ലേ, അപ്പൊ പിന്നെ അവളെ ഒന്ന് കാണാൻ വന്ന. പിന്നേക്കാ നമ്മളൊരു കുടുംബത്തിന്റെ ഒരു ഇല്ല ഇതിനെ ഇക്കതാ ഇവിടെ ഒരു ഒപ്പിട്ട് വരൂ. ഉമ്മായി ആഷ്ന ഒപ്പിട്ട് വന്നു. എന്തിന്? എന്തൊക്കെ മച്ചായ പറഞ്ഞ ഒപ്പിട്ട് വാങ്ങിച്ചോണ്ട് വരാം എല്ലാരെ. ഇക്കായി ഒപ്പിടാൻ പറഞ്ഞു. അസനും ആഷ്നായും ഉമ്മായി ഒപ്പിട്ട് ഒപ്പിട്ട് വെക്കാം. അതും കൂടെ കൊണ്ടല്ലേ ഞാൻ രാവിലെ വന്നത്. പേപ്പറിലല്ലേ, വേറൊന്നും ഇല്ല. ഒന്ന് ഒപ്പിട്ട്. ഇതൊന്നും എഴുതിയിട്ടില്ലല്ലോ. നീ എന്തിനു വന്ന്? വണ്ടിയിലാ? വണ്ടി ഇതാ അവിടെ കിടക്കുന്നു. ആ ചെറുക്കൻ അങ്ങോട്ട് മാറ്റിയിട്ട് കാണും. ഇവിടെ വണ്ടി ഒതുക്കിയാൽ മറ്റേ വണ്ടിക്ക് പോകാൻ പറ്റത്തില്ലല്ലേ, അങ്ങനെ അങ്ങോട്ട് മാറ്റിയിട്ടതാ. അപ്പുറത്ത് കിടക്കുന്ന BMW പുതിയ കാറ് നീ വാങ്ങിയാ? അത് 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 മച്ചാടെ അല്ല, അത് മച്ചാടെ കൂട്ടുകാരൻ്റെ കാറാ, പുതിയ കാറ്. അപ്പൊ അവിടെ വണ്ടി ഇല്ലാത്തതുകൊണ്ട് അത് വിളിച്ചോണ്ട് വന്നതാ. ഹസന നീ അങ്ങ് ചെറുപ്പമായല്ലേ, ദുബായി പോയിട്ട് വന്നതിന് ശേഷം. അത് ഉമ്മായും പറഞ്ഞ് നല്ല മാറ്റം ഉണ്ടെന്ന്. പോട്ടെ. എന്നാ ശ്രദ്ധിച്ചു പോ. ഉമ്മ അടുത്ത് ഞാൻ പറഞ്ഞു. ഉമ്മ എന്തിനാ എത്തായി വിളിച്ച് പറയാൻ പോയത്? അതിനെന്ത്, അവക്കും ചെയ്യാനുള്ളതൊക്കെ ഉണ്ട്. അവളെ പൈസയൊക്കെ ഉണ്ട്, അവള് തന്നെങ്കിൽ അതങ്ങനെ ഇരിക്കട്ടെ. എനിക്ക് തോന്നി അവളടുത്ത് പറയണോന്ന്. അവളിപ്പോ എന്തെങ്കിലും തന്നതാ, അല്ലാതൊന്നും അവളൊന്നും ചെയ്യുന്നില്ലല്ലേ. ഇക്കടയില്ലെന്ന് ഇക്ക പറഞ്ഞോ? ഇക്കട ക്യാഷ് ഉണ്ടെന്ന് എനിക്ക് അറിയാലോ. ഇപ്പൊ ചില ആവശ്യങ്ങളുണ്ട്, അതിന് വേണ്ടിയിട്ടേക്കോ. ഇപ്പൊ അത് തരത്തില്ല, ഞാൻ തരാൻ സമ്മതിക്കത്തില്ല.
എന്ത് ഉദ്ദേശത്തിലാണ് ഇത് കൊണ്ടുവന്ന് ഒപ്പൊക്കെ ഇട്ടോണ്ട് പോയത് കണ്ടാ? നമ്മളോ വിറ്റ കാശ് അവളയിലുള്ളത്. ആ ഓർമ്മ ഉമ്മായിക്ക് വേണം. ഇക്കൊക്കെ വരുന്നു, ഉണ്ടായിരിക്കും വരുന്നു. ഇനിയിപ്പൊ കൂടുതലൊന്നും എൻ്റെ പറയണ്ട. ആശുപത്രിയിൽ നിന്ന് വരുമായിരിക്കും. പിന്നെ ഞാൻ പോവുകയാണ്. നീ ആശുപത്രിയിലോട്ടു കൊച്ചിനെ ഒന്ന് പോയി കണ്ട് കൊച്ചിനൊരു സന്തോഷം ഇതാവട്ടെ. സ്വന്തം തള്ളയല്ലേ, അതിന് എത്രയൊക്കെയായാലും ഉള്ളി കാണത്തില്ലേ. ഹോസ്പിറ്റലിലൊന്നും പോകാൻ എനിക്ക് നേരമില്ല. ഉമ്മ ഇക്കാടെല്ലാം കൊടുത്തു വിടാതെ ഫുഡ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാനേ അവളവിടെ വെയിറ്റ് ചെയ്യുക. എനിക്ക് കടയ്ക്ക് അഡ്വാൻസ് ഒക്കെ കൊടുക്കണം, ഞാൻ പറഞ്ഞില്ലായിരുന്നാ? അല്ലാ, ഇതാ പെറ്റ തള്ള. എനിക്കൊക്കെ ആണെങ്കിൽ ഇതിനും ഇത്രയും വലുതായിട്ട് കാണാതിരുന്നിട്ട് കാണുമ്പോ എന്താ സന്തോഷോ.